നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനായിട്ട് അവസരം കിട്ടി എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹവും ഒരു മഹാഭാഗ്യവുമാണ്. പലപ്പോഴും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച പലരും നമ്മുടെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പലരും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ആകാൻ പറ്റാഞ്ഞിട്ട് കൂടി ഒരു മന്ത്രി പോലും ആകാതിരുന്ന വി ഡി സതീശന്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ ഒന്നും സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പറ്റാതിരുന്ന വി ഡി സതീശന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരു MLA ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പലരും മുഖ്യമന്ത്രി ആകുമെന്ന് കരുതിയ പലരും പിന്തള്ളപ്പെട്ടു പോകുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, മുഖ്യമന്ത്രി ആകാൻ പറ്റാഞ്ഞിട്ടും ഒരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് KM മാണി സാറിനാണ്. വലിയൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് വി ഡി സതീശനാണ്. മുഖ്യമന്ത്രി ആകാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യം. അദ്ദേഹം ഒരുപക്ഷെ വി ഡി സതീശൻ പോലും ചിന്തിച്ച് കാണത്തില്ല തനിക്ക് എന്തെങ്കിലും ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പറ്റുമെന്ന്. ഒരിക്കലും അദ്ദേഹം ചിന്തിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 10 വർഷം പ്രതിപക്ഷത്തായിരുന്ന UDF സംവിധാനത്തെ കഴിഞ്ഞ 5 കൊല്ലം നയിച്ചതിൻ്റെ ഒരു റിസൾട്ടും കൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനായിട്ട് അദ്ദേഹത്തിന് വി ഡി സതീശന് സാധിച്ചത്. പക്ഷേ എന്തുകൊണ്ട് യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു KM മാണി സാർ. കാരണം AK ആന്റണിയെക്കാട്ടിലും ഉമ്മൻചാണ്ടിയെക്കാട്ടിലും അതുപോലെ തന്നെ VM സുധീരനെക്കാട്ടിലും രമേശ് ചെന്നിത്തലയെക്കാട്ടിലും ഒക്കെ ഒരു സീനിയറായ ഒരു നേതാവ് തന്നെയാണ് KM മാണി എന്ന് പറയുന്നത്. 1965 മുതൽ തുടർച്ചയായിട്ട് 13 ടേമാണ് അദ്ദേഹം പാലായിൽ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. റവന്യൂ, ആഭ്യന്തരം ഒക്കെ വകുപ്പുകൾ അദ്ദേഹം അങ്ങനെ വലിയ വകുപ്പുകളൊക്കെ തന്നെ അദ്ദേഹം മന്ത്രിയായിട്ടിരുന്ന് ഭരിച്ചിട്ടുള്ള ആളാണ് KM മാണി സാർ. അദ്ദേഹം എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അദ്ദേഹത്തെക്കാട്ടി ജൂനിയർ ആയിട്ടുള്ള അദ്ദേഹം കേരള കോൺഗ്രസിന്റെ DCC സെക്രട്ടറി ആക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാർ ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം പിളർന്ന ശേഷമാണ് അദ്ദേഹം കേരള കോൺഗ്രസിൽ പോകുന്നതും അതിന്റെ ലീഡറായിട്ട് വരുന്നതും ഒക്കെ. നേരെ മറിച്ച് കോൺഗ്രസിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ AK ആന്റണിക്കോ ഒക്കെ അപ്പുറം വരേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു KM മാണി സാർ. അദ്ദേഹത്തിന് പലപ്പോഴും മുഖ്യമന്ത്രിയാകാനായിട്ട് ഒരു പരിഗണന വന്നിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം അത് തട്ടിപ്പോവുകയായിരുന്നു. 1977 K കരുണാകരൻ മാറി ആന്റണി മുഖ്യമന്ത്രിയാകുന്നു. ആന്റണി മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം രാജിവെച്ച് മാറുന്ന സമയത്ത് VK വാസുദേവൻ നായരാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അതിനുശേഷം 1979 അദ്ദേഹം രാജിവെച്ച് പിന്നീട് ഈ നമ്മുടെ CH മുഹമ്മദ് കോയ, നമ്മുടെ NK മുനീറിന്റെ പിതാവായ CH മുഹമ്മദ് കോയയാണ് അത് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് കുറച്ച് സമയം മാത്രമേ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നീട് പരിഗണന കിട്ടേണ്ട ആള് KM മാണി സാറായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് സർക്കാരിനെ പിരിച്ചുവിടാനായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ആവശ്യപ്പെടുകയും അങ്ങനെ സർക്കാർ പിരിച്ചുവിടപ്പെടുകയായിരുന്നു. അങ്ങനെ ആദ്യ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം KM മാണിയിൽ നിന്ന് തെറിക്കപ്പെട്ടു. പിന്നെ 2011 മുതൽ 2016 വരെ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ സർക്കാരായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ആയിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സാറിന്റെ ന്യൂനപക്ഷ സർക്കാരായിരുന്നു. ആ സമയത്ത് ഇടതുപക്ഷം പിന്തുണ കൊടുത്തുകൊണ്ട് 6 മാസക്കാലം KM മാണി മുഖ്യമന്ത്രിയാകുമെന്നൊരു ശ്രുതി പരന്നിരുന്നു. പക്ഷേ മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ പിന്തുണ മേടിച്ചുകൊണ്ട് കുറച്ചു കാലം ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ ഒക്കെ അദ്ദേഹത്തിന് വേണ്ട മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്നുള്ള വിശേഷണത്തോടുകൂടി ഇന്നും KM മാണി അവരോധിക്കപ്പെടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 1965 മുതൽ അദ്ദേഹം പാലാ നിയമസഭ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയാണ്. 13 തവണയാണ് അദ്ദേഹം അവിടുന്ന് തുടർച്ചയായിട്ട് വിജയിച്ചിട്ടുള്ളത്. ഒരുപാട് ബഡ്ജറ്റുകൾ, ധനകാര്യ മന്ത്രിയായിട്ടിരുന്നു കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റുകൾ ഇന്നും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു ഭാഗ്യമാണ്. വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കയ്യിൽ വന്നത്. അതും വളരെ ചെറുപ്രായത്തിൽ. മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ വളരെ വലിയ പ്രായമൊന്നും വി ഡി സതീശനായിട്ടില്ല. ഇനിയും വർഷങ്ങളോളം അദ്ദേഹത്തിന് MLA യും മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. ഈ സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് കിട്ടിയത്. മറ്റേ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ പോലും ചിന്തിച്ച് കാണത്തില്ല വി ഡി സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രിയാകും. അപ്പം KM മാണി സാർ മുഖ്യമന്ത്രിയാകുമെന്ന് ചിന്തിച്ചവർ വളരെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. വളരെ ഈസി ആയിട്ട് മുഖ്യമന്ത്രി പദം കൈവന്നത് വി ഡി സതീശനും. എന്നാൽ ഒരു തീരാനഷ്ടമായിട്ട് ഇന്നും അവശേഷിക്കുന്നതും മുഖ്യമന്ത്രി പദം അവശേഷിക്കുന്നത് അത് KM മാണി സാർ തന്നെയായിരിക്കും.